Hello everyone, welcome to our YouTube channel EduWorld with AI. ഇന്നത്തെ വീഡിയോ in the MERT Unit 3 ആയ Valuation of Goodwill and Shares Practical Problems Step by Step ആയിട്ട് പഠിക്കാൻ പോകുന്നു. ഈ വീഡിയോ തിയറി അല്ല, പ്രാക്ടിക്കൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്നത്തെ എക്സാം പ്രിപ്പറേഷനിൽ ഒരു ചെറിയ റോഡ് മാപ്പ് നോക്കാം. 5 മെയിൻ സെക്ഷൻസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ആദ്യം ഗുഡ്വില്ലിന്റെ ആവറേജ് മെത്തേഡ്സ്, പിന്നെ സൂപ്പർ ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്സ്. അതിനുശേഷം ഷെയർസിന്റെ വാല്യുവേഷൻ, അതായത് ഇൻട്രൻസിക്, യീൽഡ്, പിന്നെ ഫെയർ വാല്യൂ മെത്തേഡ്സ്. അവസാനം നമുക്കൊരു ക്വിക്ക് ഫോർമുല റിവിഷൻ കൂടി ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. പാർട്ട് എ, വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഏറ്റവും സിമ്പിളായ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എക്സാമിന് വന്നാൽ ഉറപ്പായും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഈസി ഏരിയ ആണിത് കേട്ടോ. ഇത്രയും മെയിൻ ഫോർമുലയാണ്. ഗുഡ്വിൽ ഈക്വൽസ് ആവറേജ് പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ്. ഇത് നമ്മൾ കാണാപ്പാഠം പഠിക്കുക. എക്സാം പേപ്പറിൽ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ ഈ ഫോർമുല എഴുതി വെക്കണം. അതിന് തന്നെ മാർക്സ് ഉണ്ട്. ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇവിടെ 3 വർഷത്തെ പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട്. 2021 40,000, 2022 50,000, പിന്നെ 2023 60,000 രൂപ. ഇയേഴ്സ് ഓഫ് പർച്ചേസ് 3 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഗുഡ്വിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നോട്ട്ബുക്കിൽ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇത് സോൾവ് ചെയ്യാം. സ്റ്റെപ്പ് 1, ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഈ 3 വർഷത്തെ പ്രോഫിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 1,50,000 കിട്ടും. അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആവറേജ് പ്രോഫിറ്റ് 50,000 റുപ്പീസായി. ഇനി സ്റ്റെപ്പ് 2, ഈ കിട്ടിയ 50,000നെ നമ്മുടെ 3 ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫൈനൽ ഗുഡ്വിൽ എത്രയാണ്? 1,50,000 റുപ്പീസ്. വളരെ ഈസിയല്ലേ ഇത്? ഇത് നിങ്ങൾക്കായി എന്റെ ഒരു ഗോൾഡൻ എക്സാം ടിപ്പ്. ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ എപ്പോഴും ഒരു സെപ്പറേറ്റ് വർക്കിംഗ് നോട്ടായി തന്നെ കാണിക്കണം. എക്സാമിനേഴ്സിന് നിങ്ങളുടെ ആ കാൽക്കുലേഷൻ സ്റ്റെപ്സ് കാണുന്നത് നല്ല ഇഷ്ടമാണ്. ഇത് ഉറപ്പായും എക്സ്ട്രാ മാർക്സ് നേടിത്തരും. ഇനി അടുത്ത ലെവലിലേക്ക് പോകാം. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡിന്റെ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയ ഒരു വേർഷനാണിത്. ഫോർമുല നോക്കിയേ. സം ഓഫ് WX ഡിവൈഡഡ് ബൈ സം ഓഫ് W. ഇവിടെ W പറയുന്നത് വെയ്റ്റിനെയും എക്സ് നമ്മുടെ പ്രോഫിറ്റിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ആയ വർഷങ്ങളുടെ പ്രോഫിറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹയസ്റ്റ് വെയ്റ്റ് കൊടുക്കുന്നു എന്നതാണ് ഈ മെത്തേഡിന്റെ മെയിൻ പോയിന്റ്. എക്സാം ആൻസർ എഴുതുമ്പോൾ എങ്ങനെ നീറ്റായി ടേബിൾ ആക്കണം എന്നിവിടെ നോക്കൂ. പ്രോഫിറ്റ്, വെയ്റ്റ്, പ്രോഡക്റ്റ് എന്നിവയ്ക്കായി 3 കോളംസ് വരയ്ക്കുക. 2021 40,000ന് വെയ്റ്റ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 40,000 തന്നെ. 2022 50,000ന് വെയ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,00,000 വരും. അവസാനത്തെ വർഷമായ 2023 60,000ന് ഹയസ്റ്റ് വെയ്റ്റ് ആയ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,80,000 കിട്ടും. ഇനി ആ പ്രോഡക്റ്റ് കോളം ആഡ് ചെയ്താൽ ടോട്ടൽ പ്രോഡക്റ്റ് 3,20,000 ടോട്ടൽ വെയ്റ്റ് 6 ഇത് വളരെ സിമ്പിളാണ്. ഈ വാല്യൂസാണ് ഫോർമുലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. സ്റ്റെപ്പ് 1, ടോട്ടൽ പ്രോഡക്റ്റ് ആയ 3,20,000നെ ടോട്ടൽ വെയ്റ്റ് ആയ 6 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് 53,333 റുപ്പീസ് കിട്ടും. സ്റ്റെപ്പ് 2, ഇനി ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ ഈ 53,333നെ തന്നിട്ടുള്ള 2 ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ ഫൈനൽ ആൻസർ 1,06,666 റുപ്പീസ്. ഈസി പീസി. ഗുഡ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തു. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ 2 ഗുഡ്വിൽ കാൽക്കുലേഷൻ മെത്തേഡ്സ് നോക്കാം. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും പിന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡും. പേരുകൾ കേട്ടൊന്നും പേടിക്കണ്ടാട്ടോ, ലോജിക് വളരെ സിമ്പിളാണ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അതിന്റെ നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികം ഉണ്ടാക്കുന്ന എക്സ്ട്രാ ലാഭമാണ്. ഇത് കണ്ടുപിടിക്കാൻ മെയിനായി 3 ഫോർമുലാസ് വേണം. ഒന്ന്, നോർമൽ പ്രോഫിറ്റ് ഈക്വൽസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ടൈംസ് നോർമൽ റേറ്റ്. രണ്ടാമത്തേത്, സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽസ് നമ്മുടെ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. മൂന്നാമത്തേത് നമ്മുടെ മെയിൻ ഫോർമുല ഗുഡ്വിൽ ഈക്വൽസ് സൂപ്പർ പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ്. ഇതിനൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 lakh റുപ്പീസ്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%, ആവറേജ് പ്രോഫിറ്റ് 80,000 റുപ്പീസ്, പിന്നെ ഇയേഴ്സ് പർച്ചേസ് 3 ആണ്. നമുക്ക് ആദ്യം നോർമൽ പ്രോഫിറ്റും പിന്നെ സൂപ്പർ പ്രോഫിറ്റ് വഴി ഗുഡ്വില്ലും കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 3 സ്റ്റെപ്സ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1, നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 5 lakh ക്യാപിറ്റൽ എംപ്ലോയിഡിന് 10% നോർമൽ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50,000 റുപ്പീസ് കിട്ടും. സ്റ്റെപ്പ് 2, ഇനി സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. നമ്മുടെ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റായ 80,000ൽ നിന്ന് ഈ നോർമൽ പ്രോഫിറ്റായ 50,000 ഒന്ന് കുറച്ചു നോക്കിയേ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് 30,000 റുപ്പീസ് ആയി. സ്റ്റെപ്പ് 3,
ഈ 30,000നെ 3 ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ ഫൈനൽ ഗുഡ്വിൽ കൃത്യം 90,000 rupees കിട്ടും. കണ്ടോ, ഡയറക്റ്റ് കാൽക്കുലേഷൻസ് ആണെല്ലാം. ഓക്കെ, ഇനി ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് നോക്കാം. ഫ്യൂച്ചർ ഏർണിംഗ്സിന് അടിസ്ഥാനമാക്കി ബിസിനസിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡാണിത്. ഇവിടെ ആകെ 2 ഫോർമുലാസ് ആണുള്ളത്. ഒന്ന്, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈക്വൽസ് ആവറേജ് പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ്. പിന്നെ നമ്മുടെ ഗുഡ്വിൽ ഈക്വൽസ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസെറ്റ്സ്. നമ്മുടെ ഗുഡ്വിൽ ഭാഗം കംപ്ലീറ്റ് ആക്കാനായി ഒരു ഫൈനൽ മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് പ്രോഫിറ്റ് 80,000 രൂപ, നോർമൽ റേറ്റ് 10%, പിന്നെ നെറ്റ് അസെറ്റ്സ് 6 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഗുഡ്വിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് 1, നമുക്കാദ്യം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാം. 80,000 ആവറേജ് പ്രോഫിറ്റിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ 8 lakh rupees കിട്ടും. സ്റ്റെപ്പ് 2, ഈ 8 lakhൽ നിന്ന് നമ്മുടെ നെറ്റ് ആസറ്റ്സ് ആയ 6 lakh ജസ്റ്റ് ഒന്ന് ഡിഡക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ഗുഡ്വിൽ എത്ര കിട്ടി? കൃത്യം 2 lakh rupees. വളരെ സിമ്പിളായി കിട്ടിയല്ലേ? സൂപ്പർ. ഗുഡ്വിൽ കാൽക്കുലേഷൻസ് നമ്മൾ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സിലബസിലെ അടുത്ത മെയിൻ ടോപ്പിക്കായ പാർട്ട് ബിയിലേക്ക്, അതായത് ഷെയർ വാല്യുവേഷനിലേക്ക് കടക്കുകയാണ്. ആദ്യം നമുക്ക് ഇൻട്രിൻസിക്കും പിന്നെ yieldഡ് മെത്തേഡ്സും നോക്കാം. ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് മുഴുവനായും കമ്പനിയുടെ നെറ്റ് ആസറ്റ്സിനെയാണ് ആശ്രയിക്കുന്നത്. ഇതിന്റെ ഫോർമുല വളരെ സിമ്പിളാണ്. നെറ്റ് ആസറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. നെറ്റ് ആസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ടോട്ടൽ ആസറ്റ്സിൽ നിന്നും ഔട്ട്സൈഡ് ലയബിലിറ്റീസും പ്രിഫറൻസ് ഷെയർസും കുറച്ച് കിട്ടുന്ന ബാക്കി തുകയാണ്. ഒരു ക്വിക്ക് പ്രോബ്ലം ചെയ്തു നോക്കാം. നമ്മുടെ ടോട്ടൽ ആസറ്റ്സ് 10 lakhs ആണ്. അതിൽ നിന്നും ലയബിലിറ്റീസ് ആയ 2 lakhs പ്രിഫറൻസ് ഷെയർസ് ആയ 1 lakh കുറയ്ക്കുക. അപ്പോൾ നെറ്റ് ആസറ്റ്സ് എത്ര കിട്ടി? 7 lakh rupees കിട്ടും. നമുക്ക് ടോട്ടൽ 70,000 ഇക്വിറ്റി ഷെയർസ് എന്നെങ്കിൽ ആ 7 lakhനെ 70,000 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ഷെയറിന്റെ ഇൻട്രിൻസിക് വാല്യൂ കൃത്യം 10 rupees ആയി കിട്ടും. അടുത്തത് yieldഡ് വാല്യൂ മെത്തേഡാണ്. ഇതിന്റെ ഫോർമുല നോക്കിയേ. ഡിവിഡൻഡ് റേറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ്, അതിനെ പെയ്ഡപ്പ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്യൂച്ചർ ഡിവിഡൻഡ് റേറ്റ് എത്ര കൂടുന്നോ അതിനനുസരിച്ച് ഷെയറിന്റെ yieldഡ് വാല്യൂം കൂടുമെന്നതാണ് ഇതിന്റെ മെയിൻ ലോജിക്. ഒരു ഫാസ്റ്റ് കാൽക്കുലേഷൻ ചെയ്തു നോക്കാം. ഡിവിഡൻഡ് റേറ്റ് 15%, നോർമൽ റേറ്റ് 10%, പിന്നെ പെയ്ഡപ്പ് വാല്യൂ 100 രൂപ. 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 കിട്ടും. അതിനെ 100 രൂപ പെയ്ഡപ്പ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ yieldഡ് വാല്യൂ ഒരു ഷെയറിന് കൃത്യം 150 രൂപയായി കിട്ടും. വെറും സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടി. അവസാനമായി ഷെയർ വാല്യുവേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് ഫെയർ വാല്യൂ മെത്തേഡ്. തൊട്ടുമുൻപ് നമ്മൾ പഠിച്ച ആ 2 സ്റ്റെപ്സ് അറിയാമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഫെയർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെറും സിമ്പിളാണ്. ഇൻട്രിൻസിക് വാല്യൂവും yieldഡ് വാല്യൂവും കൂടി ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 2 മെത്തേഡുകളുടെയും ഒരു ആവറേജ് എടുത്ത് ഒരു ഫെയർ ആയ മിഡിൽ ഗ്രൗണ്ട് കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻട്രിൻസിക് വാല്യൂ 120 രൂപീസും yieldഡ് വാല്യൂ 140 രൂപയുമാണെങ്കിൽ അവരുടെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, 260 കിട്ടും. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസറായി ഫെയർ വാല്യൂ പെർ ഷെയർ 130 രൂപ. ഇതത്ര സിമ്പിളാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്! യൂണിറ്റ് 3-ലെ എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലംസും നമ്മളിന്ന് സോൾവ് ചെയ്തു. ഇന്ന് പഠിച്ച എല്ലാ ഫോർമുലാസും ഈ കുന്നതുപോലെ ഒരു ചീറ്റ് ഷീറ്റായി ഞാൻ നൽകിയിട്ടുണ്ട്. ഇത് ഇപ്പം തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. എക്സാം പ്രാക്ടീസിന് ഇത് വളരെ ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ യൂണിറ്റ് 3 പ്രാക്ടിക്കൽ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ എക്സാമിൽ ഈ പ്രോബ്ലംസ് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എഡ്യൂവേൾഡ് വിത്ത് AI കണ്ടതിന് നന്ദി. പക്ഷേ പോകുന്നതിനു മുമ്പ് ചെറിയ ഒരു ചോദ്യം. ഒരു കമ്പനിയുടെ ഗുഡ്വിൽ 0 ആയാൽ അതിന്റെ ഇൻട്രിൻസിക് ഷെയർ വാല്യൂ ബിസിനസിന്റെ യഥാർത്ഥ മൂല്യം കാണിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കുക.